ആൺപിള്ളേരെന്തിനാ റിലേഷൻഷിപ്പിന് വേണ്ടി ഇത്ര ഡെസ്പറേറ്റ് ആണ്, പ്രണയത്തിന് വേണ്ടി ഇത്ര ഇമോഷണൽ ആവണം? ആ പിള്ളേരെ എനിക്ക് അറിഞ്ഞൂടാ. ഇടയ്ക്ക് ഞാൻ എൻ്റെ കാര്യം പറയാം. അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ ആൺപിള്ളേർക്ക് റിലേഷൻ ഒന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. എത്ര ആൺപിള്ളേർ ജീവിക്കുന്നു? ഞാൻ വരെ ജീവിക്കുന്നില്ല. പെൺപിള്ളേർക്ക് പറ്റുമായിരിക്കും, ആൺപിള്ളേർക്ക് ചിലപ്പോൾ പറ്റുണ്ടാവില്ല. എനിക്ക് ഓർത്തിരിക്കുക ഒരാളൊക്കെ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കാനൊരു സുഖമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു സുഖം കണ്ടെത്തിണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നാൽ പോലെ ഈ പെൺപിള്ളേരെ പിന്നാലെ കിടന്ന് അലയണം. ഈ പെൺപിള്ളേർ എന്ന് പറയുന്നത് എൻ്റെ ഒരു മാരത്തോണാ. ആദ്യം ചിലപ്പോൾ നല്ല രീതിക്ക് ഓടുന്നവരായിരിക്കില്ലേ അത് ഫിനിഷ് ചെയ്യേണ്ടത്. ആ ഒരു പ്രതീക്ഷയിലാണ് ഓടുന്ന ആൾക്കാരെ കൂട്ടത്തിൽ ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണത്. മാരത്തോണിന് ഫിനിഷ് ചെയ്ത് എല്ലാവർക്കും മെഡൽ കിട്ടൂട്ടാ. മെഡൽ കിട്ടിയിട്ട് എന്ത് കാര്യം? ഫസ്റ്റ് കിട്ടിയവർക്കല്ലേ പ്രൈസ് കിട്ടും. ഈ ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴേ ചിലപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വന്ന പല കാര്യങ്ങളും മറന്നു പോവാം. ചിലപ്പോൾ പറയണമൊക്കെ മണ്ടത്തരങ്ങളായിരിക്കാം. അതൊന്നും ഒരിക്കലും അവർ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവരുടെ വേൾഡിൽ നമുക്ക് ചെറിയൊരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊരു കാര്യം അറിയും, ഈ തോക്കുമെന്ന് ഉറപ്പുള്ള ഓട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എന്ത് കഷ്ടമുള്ള കാര്യമെന്നറിയും. ഇല്ല, ചിരിക്കണ്ട. ഞാൻ നിന്നെ നോക്കുമ്പോഴേ നിനക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിന്നെ ഇമ്പ്രസ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്, നിന്നെ ചിരിപ്പിക്കാനും കുറേ ആൾക്കാരുണ്ട്. നിന്നെ പോലുള്ള പെൺപിള്ളേർക്ക് ആരും ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഈ പ്രസൻസ് എൻ്റെ ധാരാളം. പലപ്പോഴും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൻ്റെ ഈ പ്രസൻസിൽ ഞാൻ തന്നെ വീണ് പോയിട്ടുണ്ട്. ഈ ഒറ്റപ്പെടുക എന്നുള്ളത് ആൺപിള്ളേർക്ക് അത്ര വിഷയമുള്ള കാര്യം തന്നെ. പ്രണയത്തിൻ്റെ മറ്റൊരു സൈഡാണല്ലോ വിരഹവും. മറ്റൊരാളുടെ കൂടെ ഇരുന്ന് നിന്നെ ആലോചിക്കണേക്കാട്ടും നല്ലതല്ലേ നിന്നെ ആലോചിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണത്. നീ പറയണ കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. നീ പറഞ്ഞാൽ ഇപ്പം ശരിയായിരിക്കും. ഈ പെൺപിള്ളേർ ഒരിക്കലും ഒറ്റപ്പെടില്ല എന്ന് പറഞ്ഞില്ലേ, അത് ശരിയല്ല. ശ്രദ്ധിക്കപ്പെടാന്ന് പറയണത് സ്നേഹിക്കപ്പെടാന്ന് പറയണുണ്ടല്ലോ, രണ്ടാ. അത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഒരു പെണ്ണിന് ചുറ്റും കുറേ പേരെ നിനക്ക് കാണാൻ പറ്റും. അവളുടെ മനസ്സറിഞ്ഞ് അവളെ മനസ്സിലാക്കണ ഒരാളെ പോലും നിനക്ക് ആൾക്കൂട്ടത്തിൽ കാണാൻ പറ്റില്ല. അതെന്നെ ഒരു ഒറ്റപ്പെടലല്ലേ. ഇതിപ്പോ പൈസ കൊടുത്തിട്ട് സാധനം മേടിച്ച് വെച്ചിട്ട് വെറുതെ ഇല്ലേ? ഏയ് അങ്ങനെയല്ലടാ. ഇപ്പം നമ്മൾ കുറേ ആഗ്രഹിച്ച് എഫേർട്ട് ഇട്ട് ചെയ്യണ പല കാര്യങ്ങളും യൂസ് ആവാണ്ട് പോകാറില്ലേ. ഞാനും ഇത് അതുപോലെ കണ്ടോളാം. ചേട്ടന് വേണ്ടെങ്കിൽ ഞാൻ പൈസ തിരിച്ചു തരാട്ടാ. അതിപ്പോ ചേട്ടൻ്റെ വെച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലല്ലോ. ഞാൻ അത് വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. ഏയ് അത് വേണ്ടടാ. ഒന്നുമില്ലെങ്കിൽ അവൾക്കായിട്ട് ഞാൻ കുറേ ആഗ്രഹിച്ച് കാത്തിരുന്ന് വാങ്ങിച്ചൊരു സാധനമല്ലേ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. സ്മാരകാണോ? ഹേയ് ശരി പോട്രാ.